മാതാവിൽ പ്രിയരെ, എൻ്റെ പേര് സബിത, ഹസ്ബൻഡ് ബിനു ബെർണാഡ്, മക്കൾ സാന്ദ്ര ബി മറിയ, സാവിയോ ബി ബെർണാഡ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമേ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരു അൾത്താരയിൽ ഞങ്ങളെ കുടുംബത്തോട് ഇവിടെ ആയിരിക്കാൻ തന്ന വൻകൃപയ്ക്കായി 1000 നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഈ 2022 ഒരു മധ്യവേനൽ അവധിക്കാലത്താണ് കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ ഉടമ്പടിയെ പറ്റിയും ഞങ്ങൾ അറിയുന്നത്. പലതവണ ഞങ്ങളിവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും 2024 മെയ് മാസം 10-ാം തീയതി ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ വരുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനും സാധിച്ചു. ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയത് എറണാകുളം ജില്ലയിലായിരുന്നു. എന്നാൽ ഡെപ്യൂട്ടേഷനിലൂടെ 5 വർഷമായി കേരള രാജ്ഭവനിൽ ജോലി ചെയ്തു വരുന്നു. ഞങ്ങൾ കുടുംബമായി അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നതും കുട്ടികളുടെ പഠനമെല്ലാം തിരുവനന്തപുരം സിറ്റിയിലായിരുന്നു. ഈ സമയം ഡെപ്യൂട്ടേഷൻ്റെ കാലാവധി കഴിഞ്ഞ് തിരികെ എറണാകുളത്തേക്ക് ജോലിക്കായി പോകാൻ സാധിച്ചു. എന്നാൽ തിരികെ എത്രയും പെട്ടെന്ന് തിരിച്ച് രാജ്ഭവനിലേക്ക് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സിൽ തുടരുന്നതിന് വേണ്ടി അനുമതി കിട്ടുകയുള്ളായിരുന്നുള്ളൂ. പലതവണ അപേക്ഷകൾ ഡെപ്യൂട്ടേഷന് വേണ്ടി നൽകിയെങ്കിലും ഒത്തിരി തവണ ഈ അപേക്ഷകൾ റിജക്റ്റായി. അങ്ങനെ ഇരിക്കെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം അപേക്ഷയിൽ പുരട്ടുകയും ഉപ്പ് വിതറുകയും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇതിന് ശേഷം ഞങ്ങൾ അപേക്ഷ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു. ആ അപേക്ഷയിൽ NOC ലഭിച്ചു. തുടർന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഡെപ്യൂട്ടേഷന് വേണ്ട പേപ്പറുകൾ നൽകുകയുണ്ടായി. അവിടെയും 3 തവണ റിജക്ഷനുണ്ടായി. എന്നിരുന്നാലും ശക്തമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ആരും രാഷ്ട്രീയമായോ മറ്റും ആരും സഹായിക്കാനില്ലായിരുന്ന ഞങ്ങളെ പരിശുദ്ധ അമ്മ വഴി പലരിലൂടെയും പല വിധത്തിൽ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തന്ന് ഞങ്ങളുടെ ഏട്ടൻ്റെ ഡെപ്യൂട്ടേഷൻ്റെ പേപ്പറ് സാങ്ഷനാവുകയും ഒക്ടോബർ മാസം 26-ാം തീയതി തിരികെ രാജ്ഭവനിൽ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചു. ഈ അനുഗ്രഹം കൃപയ്ക്കായി ഞങ്ങൾ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഈ മകൻ ജനിച്ച് 2.5 മാസമായത് മുതൽ അവന് അടിക്കടി ശ്വാസം മുട്ടും ചുമയും പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. സ്ഥിരം ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തിൽ 2-3 തവണ സ്ഥിരമായി ആശുപത്രിയിലായിരുന്നു. ഒരു വർഷത്തിലധികമായി അവന് ഇൻഹേലർ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഉടമ്പടി എടുത്ത ശേഷവും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉടമ്പടി തൈലവും സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങിയതിൻ്റെ ഫലമായി ഇന്ന് ഈ നിമിഷം വരെ അവന് ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്നില്ല. അതുപോലെ ഒരു ദിവസം രാത്രി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുന്ന സമയത്ത് അവൻ്റെ ചെവിയിൽ അസഹ്യമായ വേദന അനുഭവിച്ചു. ചെവിയിലേക്ക് നോക്കുന്ന സമയം ആ ചെവിയുടെ ദൂരം അടയുന്ന രീതിയിലുള്ള ഒരു ബൾജിങ് കാണാൻ സാധിച്ചു. അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു വേദന കൊണ്ട്, പരിശുദ്ധമ്മ മാതാവേ, എനിക്കിതിൽ നിന്ന് വേദന മാറ്റിത്തരണമേ എന്ന് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതോടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം 2 തുള്ളി ചെവിയിലേക്ക് ഒഴിച്ചു. അല്പനിമിഷം കഴിഞ്ഞതും ആ ബൾജിങ് പൊട്ടി അതിൽ നിന്ന് ബ്ലഡും പഴുപ്പും ഒഴുകി. ഞങ്ങളതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്തിരുന്നാലും സബിതേ, ഇത് താനെ പൊട്ടി ഒഴുകിപ്പോയത് നന്നായി, ഇല്ല എങ്കിൽ ആ ചെവിക്കകത്തുള്ള അത് കീറി തിരി ഇറക്കി അവനെ ചികിത്സിക്കേണ്ടി വരുമായിരുന്നു. ഇത്രയും അനുഗ്രഹം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വേദന നേരത്തെ ഉണ്ടായില്ല. അമ്മ മാതാവ് നേരത്തെ കണ്ടത് അവന് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ കൊറോണ വന്നതിന് ശേഷം ഏതാണ്ട് 4 വർഷത്തോളം ഇടത് കാലിന് മുട്ടിന് താഴെ എനിക്ക് ബ്ലൈഡിട്ട് കീറുന്നത് പോലെ വേദന. രാത്രി അല്പം പോലും ഉറങ്ങാൻ സാധിക്കാതെ പല രാത്രികളിലും കരഞ്ഞുകൊണ്ട് കാലിട്ടടിച്ചടിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ഇന്ന് ഈ നേരം വരെയും അത്തരത്തിലുള്ളൊരു വേദന ഉണ്ടാവുകയോ ഒരു ദിവസം പോലും ആ വേദനയുടെ കാര്യത്തിൽ ഉറങ്ങാതിരിക്കാവുന്ന അവസ്ഥയോ എനിക്കുണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ മാതാവ് ഈ വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ കരുതലോടെ കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തു വരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന
പത്രം വിതരണം ചെയ്യുന്നതിനായി ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള പൊതിച്ചോറ് കൊണ്ടുപോയി രോഗികളെ കണ്ട് അവരോട് രോഗവിവരങ്ങളും സ്ഥലവും അവരുടെ പ്രയാസങ്ങളെല്ലാം ചോദിച്ച് അവർക്ക് വേണ്ടി നേർച്ച വസ്തുക്കൾ നൽകി പ്രാർത്ഥിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. കൂടാതെ ഞങ്ങളുടെ അടുത്ത് ഗവൺമെൻറ്റിലെ കോളേജിലെ പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്. അവിടെ പോയി ആ കുഞ്ഞുങ്ങളെ കണ്ട് അവരോട് പറയും, ഈ പത്രം വായിച്ചിട്ട് വലിച്ചെറിയാതെ നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിനോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം ഇത് സൂക്ഷിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് പഠനത്തിൽ തീർച്ചയായും അതിൻ്റെ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രം അവർക്ക് നൽകിയിരുന്നു. എന്നെ രോഗികളെ പോയി സന്ദർശിച്ചിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയേറെ ചെറുപ്രായം മുതലേ മാതാവിൻ്റെ ഒരു മര്യഭക്തയായിരുന്നു. എങ്കിലും ധാരാളം അമ്മയിലൂടെ അനുഗ്രഹങ്ങൾ തരുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ അമ്മ മാതാവിനെ മറ്റുള്ളവരിൽ എത്തിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഈ വിധത്തിൽ അമ്മയ്ക്ക് വേണ്ടി സാക്ഷിയാകാൻ എന്നെ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട്. പുറപ്പാട്